and welcome back to my YouTube channel. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ മുടി മുടിയുള്ള ആൾക്കാർക്ക് എങ്ങനെയായിരിക്കും നല്ല രീതിക്ക് കേൾസ് ഉണ്ടാക്കാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞു തരുന്നത്. അതായത് ഇതുപോലെയുള്ള ഹെയർ ഒക്കെ വെച്ചിട്ട് നമുക്ക് പുറത്തോട്ട് പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ നല്ലപോലെ കേൾ ചെയ്തിട്ട് എങ്ങനെ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ വേറെ ഒരു സാധനം യൂസ് ചെയ്യുന്നില്ല. കേൾ ജെൽ ഒന്നും ഞാൻ ഉപയോഗിക്കുന്നില്ല. അതിന് പകരം ഞാൻ യൂസ് ചെയ്യുന്നത് വെറും വെള്ളമാണ്. വെറും വെള്ളം വെച്ചും ചെയ്യാൻ പറ്റും. അല്ലാതെ നിങ്ങൾക്ക് കണ്ടീഷണർ ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടീഷണറും കൂടെ യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റും. അപ്പം എനിക്ക് പണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ കണ്ടീഷണർ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇപ്പോഴും എൻ്റെ കയ്യിൽ കണ്ടീഷണർ ഉണ്ട്. അപ്പം ഞാൻ അത് വെച്ചാണ് ചെയ്യുന്നത്. ഈവൻ കണ്ടീഷണർ ഇല്ലെങ്കിൽ പോലും വെള്ളം യൂസ് ചെയ്ത് അടിപൊളിയായിട്ട് നമുക്ക് കേൾസ് ഉണ്ടാക്കി എടുക്കാം. ഞാൻ ആദ്യം എൻ്റെ ഇങ്ങനത്തെ മുടിയായപ്പം എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി, ഈ മുടി ഡാമേജ്ഡ് ആണോ, മുടി ഭയങ്കര ഫ്രിസിയാണ് എന്നൊക്കെ ഭയങ്കരമായിട്ട് പറയാൻ തുടങ്ങി. അപ്പം സത്യം പറഞ്ഞാൽ അത് ഫ്രിസി അല്ല ഗൈസ്. അതൊന്ന് വെറ്റാക്കി കൊടുത്ത് നല്ലപോലെ ഒന്ന് ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മുടി സ്ട്രെയിറ്റ് ഹെയറിനെക്കാളിലും അടിപൊളിയായിട്ട് കിടക്കുന്ന മുടി. എന്നെ പോലുള്ള ആൾക്കാർക്ക് പൊതുവേ ഉള്ളൊരു കാര്യമായിരിക്കും. അതായത് ഇതുപോലത്തുള്ള ഹെയർ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ പോയിട്ട് പെട്ടെന്ന് ഷാമ്പൂവും കണ്ടീഷണറൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് വന്ന് സ്ട്രെയിറ്റ് ചെയ്യും. എനിക്കതുണ്ടായിരുന്നു. ഞാൻ ഓൾമോസ്റ്റ് പാസ്റ്റ് 2 years കണ്ടിന്യൂസ്ലി സ്ട്രെയിറ്റ് ചെയ്ത് എൻ്റെ മുടി ഭയങ്കരമായിട്ട് ഡാമേജ്ഡായി. ഇപ്പം ഞാനൊരു കുറച്ചൊരു ഓൾമോസ്റ്റ് 4-5 months ആയിട്ട് ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റ് ചെയ്ത് അങ്ങ് നിർത്തിയിട്ട് ഇപ്പം ഞാൻ കേളി രീതിക്കാണ് ചെയ്യുന്നത്. കുറേ പേരുടെ വീഡിയോസ് കണ്ടായിരുന്നു. എല്ലാവരും കേൾ ജെല്ല്, കേൾ ക്രീമൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. സോ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. സോ വിത്തൗട്ട് വെയിറ്റിംഗ് ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു. ഞാൻ ആദ്യം തന്നെ ഇവിടെ ഒരു ചെറിയൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്. കാരണം നമ്മളെ മുടീനെ നല്ല രീതിക്ക് കുളിപ്പിക്കണം. അതേപോലെ തന്നെ ഞാൻ ഒരു കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഡൗവിൻ്റെ കണ്ടീഷണറാണ്. ഹെയർ ഫോൾ റെസ്ക്യൂ 1 minute കണ്ടീഷണറാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. കണ്ടീഷണർ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഞാൻ 2 രീതിക്ക് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരാം. കണ്ടീഷണർ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഡിഫൈൻഡ് ആവുന്നേ ഉള്ളൂ. എന്നാലും പ്രോബ്ലി എല്ലാവരുടെ കയ്യിലും കണ്ടീഷണർ ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു കണ്ടീഷണർ എടുത്തത്. ഇപ്പോൾ കണ്ടീഷണർ ഇല്ലെങ്കിലും ഗൈസ് പ്രശ്നമൊന്നുമില്ല. വെള്ളം വെച്ചിട്ടാണെന്നുണ്ടെങ്കിലും ചെയ്യാം. സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ വെള്ളം ഉപയോഗിച്ച് നമ്മുടെ മുടി നല്ല രീതിക്ക് എന്താ പറയുക, നനച്ച് കുളിപ്പിച്ചെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. കുറച്ച് വെള്ളം ഇങ്ങനെ എടുത്തിട്ട് ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹെയറിൻ്റെ പാർട്ടീഷനാക്കാം. ഞാനിപ്പം നടുക്ക് വകുപ്പ് വെച്ചാണ് ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ പ്രോസസ്സിൽ നമ്മൾ കാണാൻ മൊട്ട കണക്കിരിക്കും. ബട്ട് അറ്റ് ദ എൻഡ് നല്ല നമ്മുടെ മുടി 2 പാർട്ടീഷൻ, നിങ്ങൾക്ക് എങ്ങോട്ടാണോ വേണ്ടത് അതുപോലെ പാർട്ടീഷൻ എടുക്കുക. ഞാനിപ്പോൾ മിഡിൽ പാർട്ടീഷനാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഫ്രണ്ടിലത്തെ മുടിയിൽ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്രണ്ടിലത്തെ മുടിയിൽ നിങ്ങൾക്ക് കേൾസ് എത്രമാത്രം ബിഗായിട്ട് വേണോ അതനുസരിച്ച് എടുക്കാം. ഇപ്പോൾ ചിലവർ ഇത്ര വെച്ച് ചെയ്യുന്നവരുണ്ട്, ഇത്ര വെച്ച് ചെയ്യുന്നവരുണ്ട്. അപ്പം നമുക്ക് ഫസ്റ്റ് ഇത്രയും വെച്ചിട്ട് ചെയ്യാം. ഓക്കെ, ആദ്യം തന്നെ വെള്ളം കുറച്ചെടുത്തിട്ട് നമ്മുടെ മുടിയിൽ നല്ല രീതിക്ക് ഇട്ട് കൊടുക്കാം. ഇത് വീടൊക്കെ കുറച്ച് വൃത്തികേടാവും, കാരണം അറിയാമല്ലോ. അങ്ങനെ വെട്ടിയെടുത്തതിന് ശേഷം നിങ്ങളുടെ മുടി മേലോട്ടാക്കിയിട്ട് ഈ ഒരു കൈ ഇവിടെ വയ്ക്കുക, ഈ ഒരു കൈ ഇവിടെ വയ്ക്കുക. ജസ്റ്റ് ഇങ്ങനെ റോൾ ചെയ്ത് മുകളിലോട്ട് കൊണ്ടുപോകാം. എന്നിട്ട് ഇവിടെ കൊണ്ടുവച്ച് ടൈറ്റ് ചെയ്യുക. ചിലപ്പോൾ ഫസ്റ്റ് റോളിൽ തന്നെ ആയി വരണമെന്നില്ല. എന്നിട്ട് ഇവിടെ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാം. ചിലപ്പോൾ ഇത് ഫസ്റ്റ് തവണ തന്നെ ശരിയായെന്ന് വരില്ല. എന്നാൽ അതൊന്നും കൂടെ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് നേരാക്കി കൊടുത്താൽ മതി. ഇതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ സൈഡും ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോഴത്തെ സൈഡും ഞാൻ ഒന്നും കൂടെ കാണിച്ചു തരാം. നല്ലപോലെ വെറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മുന്നോട്ട് വലിച്ചു പിടിക്കുക. കൈ ഒരു കൈ രണ്ട് കൈ വെച്ചിട്ട് വേണം ഒരു ഹെയറിന് ടൈ ചെയ്ത് പിടിക്കാൻ. വേറെ കൈ ഇവിടെ വെച്ചിട്ട് ഇതിങ്ങനെ റോൾ ചെയ്ത് ബാക്കിലോട്ട് കൊണ്ടുപോവുക. ഇവിടെ കൊണ്ടുവച്ച് നല്ല രീതിക്ക് ടൈറ്റൻ ചെയ്യുക. ടൈറ്റൻ ചെയ്തിട്ട് ഈ കൈ ഒന്ന് എടുത്ത് കൊടുത്തിട്ട് ഇവിടെ ഒന്ന് ഇങ്ങനെ റോൾ ചെയ്ത് വേണം താഴോട്ടാക്കാൻ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റെപ്പ്. ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കണ്ടീഷണർ വെച്ച് ഇപ്പോൾ ഒരുമാതിരി മുട്ടച്ച് പോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ അറ്റ് ദ എൻഡ് ഞാൻ നിങ്ങളെ ഞെട്ടിക്കും. ഓക്കെ, ഇനി ഞാൻ ഈ സൈഡ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഇവിടെ വെള്ളം വെച്ച് ചെയ്യാം, ഇവിടെ വെച്ചിട്ട് കണ്ടീഷണർ വെച്ച് ചെയ്യാം. നിങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലാവുമല്ലോ. വലിയ ഡിഫറൻസ് ഒന്നും കാണില്ല, എന്നാലും ലെറ്റ്സ് ഡു ഇറ്റ്. നമുക്ക് ഈ സൈഡ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ഈ സൈഡിൽ കണ്ടീഷണർ വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ് പറഞ്ഞു തരുന്നത്. ഫസ്റ്റ് നിങ്ങൾ നല്ല രീതിക്ക് ഹെയർ വെറ്റ് ചെയ്ത് കണ്ടീഷണർ എടുക്കുക. ഞാനിവിടെ യൂസ് ചെയ്ത കണ്ടീഷണർ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയൊരു ഡ്രോപ്പ് മാത്രം എടുത്താൽ മതി. ചെറിയൊരു തുണി ഇത്രയ്ക്കും മതിയോ, ഇത്രയ്ക്ക് എടുത്തിട്ട് ഈ ഒരു ഹെയറിൽ കംപ്ലീറ്റ് അതൊന്ന് അപ്ലൈ ആക്കാം. ഓക്കെ, ഒരിക്കലും സ്കാൽപ്പിലല്ല കൊണ്ടിടേണ്ടത്, ഇവിടെയാണ്. ഓക്കെ, ഈ അതേപോലെ റോൾ ചെയ്ത് കൊണ്ടുപോകാം. ചില സമയത്ത് ചർക്കും. ഇതിന് നല്ല ക്ഷമ വേണം, എന്നാലേ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ കൊണ്ടുവച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ട് കൊടുക്കാം. ഓക്കെ, കണ്ടോ കളിച്ച്. അപ്പം ഞാൻ 2 സൈഡും വേഗം സെറ്റ് ചെയ്തു. അപ്പം ഞാൻ വെള്ളം വെച്ചിട്ട് ഈ ഒരു സൈഡ് ഏകദേശം സെറ്റാക്കി ഇട്ടു. ഇത് ഇപ്പോഴും ക്ലിയർ ആയിട്ട് അറിയില്ല, കാരണം ഇത് ഡ്രൈ ആവണം.
ഇനി നമുക്ക് ഈ ഏരിയയിൽ കണ്ടീഷണർ വെച്ചിട്ട് പ്രോപ്പർലി ചെയ്യാം. അപ്പോൾ ഗൈസ് ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കുത്തിയിരുന്ന് ഡെഡിക്കേറ്റ് ചെയ്ത് പ്രോപ്പർ കേൾസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അടിപൊളിയാണ് കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് ഫൈനൽ ലുക്ക്. ഈ സൈഡ് ഞാൻ കണ്ടീഷണർ വെച്ച് ചെയ്തതാണ്, ഈ സൈഡ് വെള്ളം വെച്ചിട്ട് ചെയ്തതാണ്. വലിയ ഡിഫറൻസ് ഒന്നും ഇല്ലെന്നാണ് എൻ്റെ. ഇതാണ് ഫൈനൽ ലുക്ക്. നേരത്തെ എൻ്റെ മുടി ഇങ്ങനെയല്ലല്ലോ കിടന്നിരുന്നത്. നേരത്തെ എൻ്റെ മുടി എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടതാണല്ലോ വീഡിയോ സ്റ്റാർട്ട് ചെയ്തപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് നല്ലൊരു ക്ലീൻ ലുക്ക് കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് വെള്ളം യൂസ് ചെയ്ത് നിങ്ങൾക്ക് കേൾ ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നിപ്പോൾ മനസ്സിലായല്ലോ. ക്രീം കേൾ ജെല്ലിൻ്റെ ഒരു ആവശ്യമില്ല. നിങ്ങൾക്ക് ഇപ്പം പെട്ടെന്ന് ഇപ്പോൾ പോയി ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വെള്ളം തന്നെ ഉപയോഗിച്ച് നിങ്ങൾക്ക് കിടിലായിട്ട് ചെയ്യാൻ പറ്റും. അല്ലാതെ കേൾ ക്രീം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കേൾ ജെൽ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ, അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഗൈസ് ഇതൊന്ന് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിലിടണം കേട്ടോ, എത്ര പേർക്ക് ഇത് പ്രോപ്പറായിട്ട് വർക്കൗട്ടായി വന്നിട്ടുണ്ടെന്നൊക്കെ. ഫൈനൽ ലുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇന്നാണ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്ന് ഞാൻ ചെയ്യുന്നത്. ഞാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ചെയ്യണമെന്ന്. അപ്പം ഇന്നെന്തോ എനിക്ക് ചെയ്യാനായിട്ട് തോന്നി. അതുപോലെ എൻ്റെ ഐ മേക്കപ്പ് ഞാൻ കുറച്ച് നല്ല പോലെയാണ് ചെയ്തത്. ഇനി ഒരു ദിവസം ഞാൻ ഈ ഒരു മേക്കപ്പ് ലുക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ, ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന്. ആരും ചോദിക്കില്ല എന്ന് എനിക്കറിയാം ഗൈസ്, പക്ഷെ ഞാൻ ചെയ്യും, എന്ത് ചെയ്യാനാ. പിന്നെ എനിക്കൊരു പ്രോപ്പർ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ അതൊന്നും മൈൻഡ് ആക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്തിനാണ് വന്നത്, എങ്ങനെയാണ് വെള്ളം ഉപയോഗിച്ച് നിങ്ങൾക്ക് കേൾസ് ഉണ്ടാക്കുക, അത് മാത്രം നോക്കിയാൽ മതി. ഓക്കെ ഗൈസ്, അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അപ്പം ഇത്രയേ ഉള്ളൂ. ഗൈസ് എൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ? കാരണം ഇത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ഡ്രസ്സാണ്. പെട്ടെന്ന് വേറൊരു ഡ്രസ്സും കണ്ടില്ല, അപ്പം ഞാൻ ഇതെടുത്തിട്ട് മറ്റേതിട്ടിട്ട് ചൂടെടുത്ത് സഹിക്കാൻ വയ്യ ഗൈസ്. കാരണം ഫാൻ ഇടാൻ പറ്റില്ലല്ലോ വീഡിയോ എടുക്കുമ്പം. അപ്പം ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ്. നോക്ക് ഗൈസ്, ഇത് ഞാൻ വെള്ളം വെച്ചാണ് ചെയ്തത്, ഇത് കണ്ടീഷണർ വെച്ചു. പക്ഷേ ഇതിനെക്കാട്ടിലും നല്ലതായിട്ട് ഇതല്ലേ കിടക്കണം. യാ, കുറേ അധികം മേക്കപ്പ് ഇട്ടു ചുമ്മാ. അപ്പോൾ ഇത്രയല്ല ഗൈസ്, ബൈ.